നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര മന്ത്രിസഭയിൽ വലിയ അഴിച്ചുപണിക്ക് സാധ്യതയുള്ള ഒരു ഘട്ടമാണിപ്പോൾ. സഖ്യകക്ഷികൾക്ക് കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യം TDPയും ഐക്യജനതാദളും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം BJP നേതൃത്വത്തിലെ പ്രമുഖരായ മന്ത്രിമാരിൽ പലരും നിതിൻ നബീൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരെ ശക്തമായ എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. JP നദ്ദ എന്തുകൊണ്ടാണ് ആ സ്ഥാനത്ത് നിന്ന് മാറിയത്? നിതിൻ ഗഡ്കരിയെ പോലൊരു വ്യക്തിയെ എന്തുകൊണ്ടാണ് ആ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുന്നത്? നിതിൻ ഗഡ്കരിക്ക് മോദി മന്ത്രിസഭയിൽ തുടരാൻ യാതൊരുവിധ ആഗ്രഹവുമില്ല. അദ്ദേഹത്തിന് BJPയുടെ ദേശീയ അധ്യക്ഷനാകണമെന്ന കലുഷിതമായ ആഗ്രഹം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ട് താനും. എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഈ വാർത്തകളെല്ലാം അർണബ് ഗോസ്വാമി തൻ്റെ റിപ്പബ്ലിക് ചാനലിലൂടെ പുറത്തുവിടുന്നത്? നിതിൻ നബീൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മോദി മീഡിയകൾ പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ച വാർത്തകൾ മുഴുവൻ എന്തുകൊണ്ടാണ് അർണബ് ഗോസ്വാമി എന്ന മാധ്യമ വ്യക്തി, അദ്ദേഹം നമുക്കറിയാം ഒരു സെലിബ്രിറ്റിയെ പോലെയാണ്. ഇന്ത്യയിലെ ഏതൊരു മാധ്യമപ്രവർത്തകനും അറിയുന്ന വ്യക്തികളാണ് രാജ്ദീപ് സർദേശായിയും അർണബ് ഗോസ്വാമിയുമെല്ലാം. അർണബ് ഗോസ്വാമി കുറേയേറെ കാലം മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബൃഹൻ മുംബൈ കോർപ്പറേഷനെതിരെ നിരന്തരമായ സമര പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, ഈ രാജ്യത്ത് കർഷക സമരം നടക്കുമ്പോൾ അർണബ് ഗോസ്വാമി കൃത്യമായി BJP നേതൃത്വത്തെ എല്ലാ രീതിയിലും പൊതിഞ്ഞു മൂടാൻ നിരവധിയായ അന്തിച്ചർച്ചകളിൽ ഈ പ്രക്ഷോഭകാരികളെയെല്ലാം കലാപകാരികളാണെന്നും ഇവരെല്ലാം ഭീകരവാദികളാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അന്ന് നരേന്ദ്രമോദി ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഈ കർഷക സമരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം ആന്തോളൻ ജീവികളാണ് എന്നായിരുന്നു അന്ന് നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞത്. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അതെല്ലാം സത്യസന്ധമായ വാക്കുകളാണ് എന്ന് പറഞ്ഞ് അർമാദിച്ച് നടന്നിരുന്ന ഒരു നേതാവ് പിന്നീട് കൃത്യമായി BJP നേതൃത്വം രഹസ്യമായി പല സർക്കാർ ഭൂമികളും പാട്ടത്തിന് കൊടുക്കുന്ന നടപടികൾക്കെതിരെ രംഗത്ത് വന്നപ്പോൾ പലരും അതിനെക്കുറിച്ച് ചിന്തിക്കാനിടയായി. എങ്ങനെയാണ് അർണബ് ഗോസ്വാമി ഈ ഫോമിലേക്ക് തിരിച്ചു വന്നത്? അദ്ദേഹം പണ്ട് ടൈംസ് നൗവിലായിരുന്നപ്പോൾ വളരെ സത്യസന്ധമായി സെക്യുലറിസത്തെ എല്ലാ രീതിയിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യത്തെ അക്ഷരം പ്രതി അതിൻ്റെ എല്ലാ ചട്ടക്കൂടുകളിലും നിന്നുകൊണ്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയ ഒരു മാധ്യമ പ്രവർത്തകരായിരുന്നെങ്കിൽ പിന്നീട് എങ്ങനെയാണ് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ അദ്ദേഹം സ്വാംശീകരിക്കാനും അദ്ദേഹം അതിൻ്റെ വക്താവായി മാറിയതെന്നും ജനങ്ങൾ മനസ്സിലാക്കിയതാണ്. രാജ്ദീപ് സർദേശായിയുടെ 2014 നടന്ന തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ എങ്ങനെയാണ് മാറ്റിയത്? ദ ഇലക്ഷൻ ദാറ്റ് ചേഞ്ച്ഡ് ഇന്ത്യ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അർണബ് ഗോസ്വാമിയുടെ രീതികളെ പറ്റിയും പറയാതെ പറയുന്നുണ്ട്. കൃത്യമായി ഗോദി മീഡിയകളുടെ ഉദയത്തെക്കുറിച്ചും ഗോദി മീഡിയകൾ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നേട്ടം കൊയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ്, കോർപ്പറേറ്റ് നയങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഏതായാലും അർണബ് ഗോസ്വാമി അടക്കം ശക്തമായി തിരിഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ ഗോദി മീഡിയയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് അർണബ് ഗോസ്വാമി ഒരു വെല്ലുവിളിയാകുമോ എന്നുള്ളതാണ്. പ്രശാന്ത് കിഷോർ അടക്കമുള്ളവർ BJPയെ കൃത്യമായി അറ്റാക്ക് ചെയ്യാൻ നോട്ടമിട്ടിരിക്കുമ്പോൾ ഇതൊരു ചേഞ്ച് തന്നെ ആയിരിക്കുമോ?